ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EST 120 ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് പാർട്ടായ ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 1 ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതാണ്. അതിൽ വരുന്ന സബ് കണ്ടൻറ്റ്സ് അഥവാ സബ് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ദി ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. അതുപോലെ തന്നെ സെക്കൻഡ് ടോപ്പിക് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എഞ്ചിനീയർ ഇൻ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് ബിൽറ്റ് എൻവയോൺമെൻറ്റ്. സോ പാർട്ട് 1, അതായത് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഈസിലി നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിലേക്കുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് സെഷൻ. സോ ഇതിൽ നിന്നും റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, നമ്മുടെ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൽ വരുന്ന ഒരു റിലവൻസ്, സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഏതെല്ലാം രീതിയിലാണത് നമുക്ക് പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഏതെല്ലാം രീതിയിലാണ് നമുക്കത് ബെനിഫിഷ്യറി ആയിട്ട് ചെയ്തു വരുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു എഞ്ചിനീയറുടെ റെസ്പോൺസിബിലിറ്റീസ്, ഒരു സേഫ് ആൻഡ് ബിൽറ്റ് എൻവയോൺമെൻറ്റിലുള്ള ഒരു സിവിൽ എഞ്ചിനീയറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളുമാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു സെഷൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. Civil engineering is the art of directing great sources of nature for the use and convenience of the man. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് സോഴ്സസ്, നാച്ചുറൽ സോഴ്സസും അല്ലാത്ത മറ്റ് സോഴ്സസ് ആണെങ്കിൽ കൂടി അത്തരത്തിലുള്ള സോഴ്സസിനെ നമുക്ക് കൺവീനിയൻ്റ് ആയ രീതിയിൽ പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു എൻജിനീയറിംഗ് ആർട്ട് അല്ലെങ്കിൽ ആസ്പെക്റ്റാണ് ആക്ച്വലി സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടിമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടിമ്പർ ഉപയോഗിച്ച് പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഐഡിയാസ് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പല ഉപയോഗത്തിന് വേണ്ടി അതിന് മാറ്റിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മളൊരു ടേബിൾ അല്ലെങ്കിൽ ഒരു ചെയർ, സോ അത് നമ്മുടെ ഒരു കൺവീനിയൻസ് അല്ലെങ്കിൽ യൂസിനനുസരിച്ച് നമ്മളതിനെ മോഡിഫൈ ചെയ്യുകയാണ്. സോ ആ തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു എൻജിനീയറിംഗ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ് ആണ് ആക്ച്വലി സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ടെക്നിക്കൽ സ്കിൽ, സിവിൽ എഞ്ചിനീയേഴ്സ് പ്ലാൻ, ഡിസൈൻ, കൺസ്ട്രക്ട് ആൻഡ് ഓപ്പറേറ്റ് ദ ഫെസിലിറ്റീസ് എസെൻഷ്യൽ ടു മോഡേൺ ലൈഫ്. ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കിൽസും ഉപയോഗിച്ചിട്ട് ഒരു സിവിൽ എഞ്ചിനീയർ പ്ലാനിങ്, അതുപോലെ തന്നെ ഡിസൈനിങ്, ദെൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ, നമ്മുടെ മോഡേൺ ലൈഫിന് എസെൻഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും പ്ലാനിങ് തൊട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ അഥവാ ഓപ്പറേഷണൽ ലെവൽ വരെയുള്ള ഓരോ സ്റ്റേജ് ഓഫ് പ്രോസസ്സും ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യുന്നുണ്ട്. ഇതിനും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ വീടിന് ഏറ്റവും ബേസിക്കലി വേണ്ടത് അതിനൊരു പ്ലാനാണ്. നമുക്കറിയാം, എല്ലാവർക്കും നമ്മൾ പലതരത്തിലുള്ള വീടിൻ്റെ പ്ലാനുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അത്തരത്തിലൊരു പ്ലാൻ ഒരു സിവിൽ എഞ്ചിനീയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ അതിനൊരു ഡിസൈൻ കൊടുക്കും. അതിനൊരു 3 ഡയമെൻഷണൽ പെർസ്പെക്റ്റീവിലേക്ക് മാറ്റി നമ്മുടെ ക്ലയൻറ്റിൻ്റെ അഥവാ ആ വീടിൻ്റെ ഗൃഹനാഥൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ളൊരു ഡിസൈനിലേക്ക് നമ്മളതിനെ മാറ്റിയെടുക്കും സെക്കൻഡ് സ്റ്റേജിൽ. അതിനുശേഷം നമ്മൾ പ്രാക്ടിക്കലി ആ ഒരു പ്ലാനും ഡിസൈനും അനുസരിച്ചുള്ളൊരു വീട് കൺസ്ട്രക്റ്റ് ചെയ്യും, തേർഡ് സെഷൻ. ആൻഡ് ആഫ്റ്റർ അതിനൊരു ഓപ്പറേഷൻ ലെവലിലേക്ക്, അതായത് ആ ഒരു കൺസ്ട്രക്ഷന് ശേഷം അതിന് ആ ഒരു വീട് എന്നല്ലെങ്കിൽ അതിൻ്റെ പർപ്പസിന് എന്താണോ, നമ്മുടെ ഒരു വീടിൻ്റെ പർപ്പസ് എന്താണോ അതിന് ഏറ്റവും യോജിക്കുന്ന രീതിയിലൊരു ഓപ്പറേഷണൽ ലെവലിലേക്ക് അതിനെ മാറ്റിയെടുക്കും. സോ അത്രയും കാര്യങ്ങൾ ഒരു സിവിൽ എഞ്ചിനീയറുടെ കൺട്രോൾ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ അത്തരത്തിലാണ് ഒരു സിവിൽ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നത്. അവരുടെ ക്രിയേറ്റീവ് ചിന്താഗതി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ അവരുടെ ടെക്നിക്കലായിട്ടുള്ള നോളജും അവരുടെ ക്രിയേറ്റീവ് ഐഡിയാസും രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ്
ഡെഫിനറ്റ്ലി ഇത്തരത്തിലൊരു പ്ലാൻ അല്ലെങ്കിൽ ഡിസൈൻ, കൺസ്ട്രക്ഷൻ അഥവാ ഓപ്പറേഷൻ ലെവൽ മെക്കാനിസംസ് എല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നത്. ഓക്കെ, ആക്ച്വലി സിവിൽ എഞ്ചിനീയേഴ്സ് ആർ പ്രോബ്ലം സോൾവേഴ്സ്. സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രോബ്ലം സോൾവിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സിവിൽ എഞ്ചിനീയേഴ്സ് എന്നല്ല, ഏതൊരു സ്ട്രീം എടുത്താലും അവർ ആക്ച്വലി പ്രോബ്ലം സോൾവേഴ്സ് ആണ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ഓരോ എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഉണ്ട്. സോ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കേസ് എടുക്കുമ്പോൾ അവിടെ വരുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. സോ സിമ്പിളായിട്ട് ഒരു ഫാമിലിയെ സംബന്ധിച്ച് അവർക്കൊരു പുതിയ വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം, സ്കോപ്പ് എന്നുള്ളതാണ്. സോ അതിന് അനുബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, ഇഷ്യൂസ്, സൈറ്റിലെ കാര്യങ്ങൾ, മെറ്റീരിയൽ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ, ഇതെല്ലാം മാനേജ് ചെയ്ത് അതിന് ഒരു നല്ല രീതിയിൽ ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളതാണ് സിവിൽ എഞ്ചിനീയറുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി. സോ അത്തരത്തിൽ നമുക്ക് സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരു പ്രോബ്ലം സോൾവേഴ്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ as the technological revolution expands, as the world's population increases and as environmental concerns mount, civil engineering skills will be increasingly needed throughout the world. അതായത് നമ്മുടെ വേൾഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോപ്പുലേഷൻ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യുന്നൊരു ട്രെൻഡാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എൻവിറോൺമെൻറ്റൽ കൺസേൺസും വളരെ അധികം ഡിപ്പെൻഡബിളാണ്. മീൻസ് കാലം മുന്നോട്ട് പോകും തോറും നമ്മുടെ ടെക്നോളജീസ് അപ്ഡേറ്റ് ആവുന്നുണ്ട്, പോപ്പുലേഷൻ കൂടുന്നുണ്ട്, എൻവിറോൺമെൻറ്റിൽ പലതരത്തിലുള്ള ഇമ്പാക്ട്സ് വരുന്നുണ്ട്. സോ ഒരു സ്കിൽഡ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് വിങ്ങിൻ്റെ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സിന് വളരെ അധികം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആണ് നമ്മുടെ ഈ ഒരു ഓൾ ഓവർ ദി വേൾഡ് ഏറ്റെടുക്കാനുള്ളത് അല്ലെങ്കിൽ ചെയ്യാനുള്ളത്. ബിക്കോസ് പോപ്പുലേഷൻ കൂടുന്നു. സോ ഓരോ പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള താമസത്തിനുള്ള വീടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോപ്പുലേഷൻ ഇൻക്രീസിൻ്റെ റിസൾട്ടൻ്റായിട്ട് വരുമ്പോൾ സ്കൂളിംഗ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത്തരത്തിൽ ഓരോ ഏരിയയിലും സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിന് ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. കാരണം ആളുകൾ കൂടുന്നു. സോ അവർക്ക് താമസിക്കാനുള്ള വീട് വേണം, അവരുടെ വിദ്യാഭ്യാസം, അതിനുശേഷം ജോലി, ഈ എല്ലാ ഏരിയയിലേക്കും വേണ്ട ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിൽ വേണ്ട എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെയും നീഡ് വളരെയധികം വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എൻവിറോൺമെൻറ്റിന് പലതരത്തിലും എൻവിറോൺമെൻറ്റിൽ നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻസൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പല മീഡിയാസ് വഴി കേട്ടിട്ടും അറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. സോ അത്തരത്തിൽ പോപ്പുലേഷൻ കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു എൻവിറോൺമെൻറ്റിൽ സംഭവിക്കുന്ന ഇഷ്യൂസ് അതിനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് എൻവിറോൺമെൻറ്റിന് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ആ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സ് ചെയ്യുക എന്നുള്ളതും ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസേൺ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്, സിവിൽ എഞ്ചിനീയറിംഗ് ഓഫേഴ്സ് യു എ വൈഡ് റേഞ്ച് ഓഫ് കരിയർ ചോയ്സസ് സച്ച് ആസ് ഡിസൈൻ, കൺസ്ട്രക്ഷൻ, റിസർച്ച്, പ്ലാനിംഗ്, ടീച്ചിങ് ഓർ മാനേജ്മെൻറ്റ് എക്സെട്ര. സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു വലിയ സ്കോപ്പ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കരിയർ ചോയ്സസ് ഉണ്ട്. മീൻസ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഡയറക്ഷനിലല്ല നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് നമുക്ക് ഡിഫറെൻറ്റ് പാത്ത് സ്യൂട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് പല ഏരിയയിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. എക്സാമ്പിളായിട്ട് ഒരു ഡിസൈനിങ് എഞ്ചിനീയറായി വേണമെങ്കിൽ നമുക്ക് മാറാം. ഒരു വീടിന് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ സ്പേസ് ഡിസൈൻ ചെയ്യുക, അത്തരത്തിലുള്ളൊരു സെഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈഡിലേക്ക് ഒരു വിങ് ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന് നമുക്ക് കൺസ്ട്രക്ഷൻ ആക്ച്വലി സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് സൈഡിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ റിസർച്ച് സൈഡിലേക്ക് ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസർച്ച് സെഷൻ അതും അവൈലബിൾ ആണ്. അതുപോലെ പ്ലാനിങ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡിസൈനിങ്ങിൻ്റെ കൂടെ തന്നെ വരുന്ന പ്ലാനിങ് സെക്ഷൻ ട്രൂലി അല്ലെങ്കിൽ പ്യുവർലി പ്ലാനിങ് വിങ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഏത് തരത്തിലുള്ള പ്ലാനുകളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്ന ആ ഒരു വിങ്ങിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദെൻ ടീച്ചിങ് ആസ് യൂഷ്വൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അത്തരത്തിൽ സിവിൽ എഞ്ചിനീയറിംഗുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പല തരത്തിലുള്ള കോഴ്സുകളിൽ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, സൈറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, അത്തരത്തിൽ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനേജ്മെൻറ്റ് സെഷനിലും സെക്ടറിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ വൈഡ് വെറൈറ്റി ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സെക്ഷൻസ് ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗിൽ
നമുക്ക് അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ബേസിക് ഹിസ്റ്ററി എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സോ ദ ഒറിജിൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഡേറ്റ് ബാക്ക് ടു ആൻഷ്യൻറ്റ് ഈജിപ്റ്റ്. ആൻഷ്യൻ ഈജിപ്തിലെ ആ ഒരു കാലഘട്ടം തൊട്ട് തന്നെ നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ അതാണ് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ കണക്കാക്കിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ഓൺ റെക്കോർഡ് ടു കാൾ ഹിംസെൽഫ് എ സിവിൽ എഞ്ചിനീയർ വാസ് an 8th century Englishman, John Smeaton, who sought to distinguish civilian construction work from that of military engineers. ഫസ്റ്റ് സിവിൽ എഞ്ചിനീയർ എന്ന രീതിയിൽ നമ്മൾ ടേം ചെയ്യുന്ന അല്ലെങ്കിൽ വിളിക്കുന്നത് ജോൺ സ്മീറ്റൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മാനെയാണ്. അദ്ദേഹം നമ്മുടെ മിലിറ്ററി എഞ്ചിനീയേഴ്സിൽ നിന്നും സിവിലിയൻ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സിവിലിയൻ വർക്ക്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ആ ഒരു ബേസിക് ഐഡിയ നമ്മുടെ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ വേൾഡിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു. സോ അത്തരത്തിൽ ജോൺ സ്മീറ്റൺ ആണ് നമ്മുടെ സിവിൽ എഞ്ചിനീയർ, ഫസ്റ്റ് സിവിൽ എഞ്ചിനീയർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇൻ 1818 the institution of civil engineers was founded in London and in 1820 the eminent engineer Thomas Telford became its first president. 1818 ലണ്ടനിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഫോം ചെയ്തു അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. അതിൽ തോമസ് ടെൽഫോർഡ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് 1820 ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത്. സോ അത്രയും പഴയ അല്ലെങ്കിൽ അത്രയും കാലങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ the profession was first defined in the charter of the Institution of Civil Engineers in London, England in 1828. സോ നമ്മൾ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സിൽ 1828 ആയപ്പോഴാണ് ഈ ഒരു സിവിൽ എഞ്ചിനീയറിങ്ങിനുള്ളൊരു ഫസ്റ്റ് ഡെഫിനിഷൻ അവർ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. 24 years later in United States, 12 engineers formed the American Society of Civil Engineers and Architects, which is now the American Society of Civil Engineers, ASCE. നമ്മുടെ ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഫോം ചെയ്തതിന് ശേഷം ഏകദേശം 24 വർഷത്തിന് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 12 എഞ്ചിനീയേഴ്സ് കൂടി ചേർന്ന് ഫോം ചെയ്ത ഒരു സൊസൈറ്റിയാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ലേറ്റർ അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന രീതിയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. സോ ASCE എന്ന് പറയുന്ന ആ ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഒരു സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടൈസ് ഹാസ് ഡെവലപ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി ആൻഡ് ഹാസ് ഷേപ്ഡ് സൊസൈറ്റി ഇൻ പ്രൊഫൗണ്ട് വേസ് ഫ്രം ദ പിരമിഡ്സ് ഓഫ് ഈജിപ്റ്റ് ടു ദ ടാളസ്റ്റ് സ്ട്രക്ചർ ഇൻ ദ വേൾഡ്, ദ പെട്രോണസ് ടവർ ഇൻ മലേഷ്യ. അതായത് ഇത്തരത്തിൽ ഈ ഒരു 1810 ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു സ്റ്റാർട്ടിങ്, ആ സമയം തൊട്ടാണ് നമ്മൾ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ നമ്മുടെ ഈജിപ്തിലെ പിരമിഡ്സ് തൊട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ടാളസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന പെട്രോണസ് ടവർ, മലേഷ്യയിലെ പെട്രോണസ് ടവർ വരെയുള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇവിടെ ഈ പറയുന്നതെല്ലാം ജസ്റ്റ് ബേസിക്കലി നമ്മളൊരു സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഇതിൻ്റെ ഒരു ആരംഭം എവിടെ നിന്നാണ്, ആരാണ് എന്നുള്ള രീതിയിലുള്ള ബേസിക് ഐഡിയാസ് മാത്രമാണ്. സോ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു ഹിസ്റ്ററി നമ്മൾ സ്കൂളിലൊക്കെ ഹിസ്റ്ററി സബ്ജക്ട്സ് പഠിക്കുന്ന പോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് വന്ന മാറ്റങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, നെക്സ്റ്റ്, റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ദി ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. സിവിൽ എഞ്ചിനീയറിങ്ങിന് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിലുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റിലവൻസ് എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വരുന്ന ആ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികസനം, അതാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ റിലവൻസ് എന്തൊക്കെയാണ് അതിൽ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. Infrastructure is the framework of supporting systems consisting of transportation, communication, energy, lifeline facilities, irrigation facilities, etc. that help a community or a government to function, grow and develop. So
നമ്മുടെ ഒരു സൊസൈറ്റിയിലെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരു ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കണം. ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഫാമിങ്ങിന് ഇറിഗേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കണം. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കണം. ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾ ആണെങ്കിലും, ഏത് കാറ്റഗറി ഓഫ് ലിവിങ് സ്റ്റൈലാണെങ്കിലും, സെക്ടറാണെങ്കിലും നമുക്കവിടെ ഒരു റെഗുലർ കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് അല്ലെങ്കിൽ എൻഷുർ ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ ലൈഫ് ലൈൻ ഫെസിലിറ്റീസ്, നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആവശ്യങ്ങളെല്ലാം നല്ല രീതിയിൽ എൻഷുർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ എനർജി, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എനർജീസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എനർജീസ് ഒരുപോലെ എൻഷുർ ചെയ്യാൻ പറ്റണം. അത്തരത്തിൽ നമ്മുടെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകാനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അവരുടെ ഫങ്ഷൻ നല്ല രീതിയിൽ നടത്തി ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനും പറ്റുന്ന ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും നീഡ്സും നമുക്ക് നല്ല രീതിയിൽ ഈക്വാലിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. അത്തരത്തിൽ നമുക്ക് അവിടുത്തെ കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ അവിടെ അതോറിറ്റിക്കും ആ ഒരു ഏരിയ ആരാണോ റൂൾ ചെയ്യുന്നത് അവർക്കും ഒരുപോലെ ഡെവലപ്മെൻറ്റും ഗ്രോത്തും എൻഷുർ ചെയ്യാൻ പറ്റുന്ന ആ തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികസനത്തിനാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, അതായത് ഒരു അടിസ്ഥാന സൗകര്യത്തിൽ വരുന്ന ഈ ഒരു വികസനം അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു രാജ്യത്ത് എക്കോണമിക് ഡെവലപ്മെൻറ്റിനും വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മുടെ ഒരു ബേസിക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. സോ ദാറ്റ് വൈ എക്കോണമിക്കലി അതൊരു ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഷുവറാണ്. ഓക്കെ, അതുപോലെ തന്നെ എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രിബ്യൂട്ട്സ് ഡയറക്റ്റ്ലി ടു ദി എക്കോണമിക് ഡെവലപ്മെൻറ്റ്. ഇത്തരത്തിൽ എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമ്മുടെ എക്കോണമിക് ഡെവലപ്മെൻറ്റിനും ഡയറക്റ്റ്ലി ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ഏത് തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റും ഇൻകം അല്ലെങ്കിൽ എക്കോണമി പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യും. അത്തരത്തിൽ എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെ കൺസിഡറേഷൻ എടുത്താലും അത് നമുക്ക് എക്കോണമിക് ഡെവലപ്മെൻറ്റിന് ഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാം. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, സോഷ്യൽ മൊഡ്യൂൾ, വെൽഫെയർ, ഹൗസിംഗ്, വാട്ടർ സപ്ലൈ എക്സെട്ര വിൽ ഹാവ് ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ എക്കോണമിക് ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി. നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ ഹൗസിംഗ്, നമ്മുടെ നല്ല രീതിയിലുള്ള താമസ സൗകര്യങ്ങൾ, വാട്ടർ സപ്ലൈ, ജലവിതരണം, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇൻഡയറക്റ്റ്ലി നമ്മുടെ എക്കോണമിക് ഡെവലപ്മെൻറ്റിന് കാരണമാകും. ബിക്കോസ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും നല്ല രീതിയിൽ കൊടുക്കാൻ സാധിച്ചാൽ നമുക്ക് അവിടെ നല്ല രീതിയിലുള്ള തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കാൻ കഴിയും. അതുവഴി അവിടെ ഇൻകം അല്ലെങ്കിൽ കൺട്രിക്ക് തന്നെ അതൊരു ഡെവലപ്മെൻറ്റ്, എക്കോണമിക് ഡെവലപ്മെൻറ്റിന് കാരണമാകും. അത്തരത്തിൽ ഹൗസിംഗ്, നമ്മളെല്ലാവർക്കും നല്ല രീതിയിലുള്ള ഹൗസിംഗ് ഫെസിലിറ്റീസ് എൻഷുർ ചെയ്യാൻ സാധിച്ചാൽ അതും ഈ തരത്തിൽ എക്കോണമിക് ഡെവലപ്മെൻറ്റിനെ ഇൻഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സെക്ഷനിൽ നിന്നും പറയുന്നത്. ഓക്കെ, ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഹാസ് ഫോളോയിങ് മേജർ ഇമ്പാക്ട്സ് ഓൺ കൺട്രി. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് നമ്മുടെ കൺട്രിയിൽ ഉണ്ടാക്കുന്ന മേജർ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ ഹൗസിംഗ് ഫെസിലിറ്റി, നമ്മുടെ താമസം അതുപോലെ തന്നെ ആ താമസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റി അത് വളരെ നല്ല രീതിയിലും ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൗസിംഗ് ഫെസിലിറ്റി നമുക്ക് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലും വളരെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് അത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ വരുന്ന ഒരു മേജർ ഇമ്പാക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കും. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം ഡ്രഫ്റ്റ് ആൻഡ് ഫ്ലഡ്, ദാരിദ്ര്യം അഥവാ ഫ്ലഡ്, നമ്മുടെ വെള്ളപ്പൊക്കം, അത്തരത്തിലുള്ള പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഡ്രഫ്റ്റ് എന്ന് പറഞ്ഞാൽ വരൾച്ച, വെള്ളത്തിൻ്റെ എമൗണ്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളതിനും കുറവാകുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫ്ലഡ്, ഓവർഫ്ലോ ഓഫ് വാട്ടർ, നമുക്കറിയുന്നതാണ്. ഫ്ലഡെല്ലാം നമ്മൾ 2 വർഷത്തോളം എക്സ്പീരിയൻസ് ചെയ്തതാണ്. സോ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് പ്രൊട്ടക്ഷൻ, നമ്മുടെ ലൈഫിനും നമ്മുടെ പ്രോപ്പർട്ടിക്കും പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിനുള്ള മെഷേഴ്സ് എടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു റിസൾട്ടൻ്റ് തന്നെയാണ്. സേഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ,
വാട്ടർ സപ്ലൈ സിസ്റ്റം, അത് ഡൊമസ്റ്റിക്കിലും ഇൻഡസ്ട്രിയൽ ബേസിസിലും വളരെ സേഫായിട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന തരത്തിലുള്ള വെള്ളത്തിൻ്റെ സപ്ലൈ റിക്വയർഡ് ക്വാണ്ടിറ്റി പ്രോപ്പറായിട്ട് ഓൺ ടൈം ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റാണ്. സേഫ് ആൻഡ് സയൻറ്റിഫിക് വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനും വളരെ സേഫായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റാണ്. ദെൻ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം ന്യൂക്ലിയർ, ഹൈഡ്രൽ, തെർമൽ, സോളാർ ആൻഡ് വിൻഡ് എനർജി. ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് അല്ലെങ്കിൽ മോഡ് ഓഫ് എനർജിയിൽ നിന്നും ഇലക്ട്രിസിറ്റി ഫോം ചെയ്യിക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം. നമ്മൾ സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യും. വിൻഡ്, കാറ്റ് അടിയന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തെർമൽ ഇലക്ട്രിസിറ്റി ഫോമേഷൻ, ന്യൂക്ലിയർ, ഇതൊക്കെ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത്തരത്തിലുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സും ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, അതായത് ഏറ്റവും ലോവർ ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് വരെ പ്രോപ്പറായിട്ട് അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ എൻഷുർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റാണ്. ഇംപ്രൂവ്ഡ് വെൽത്ത്, പ്രോസ്പെരിറ്റി, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമുക്ക് ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എൻഷുർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം. ദാറ്റ് മീൻസ് ബേസിക്കായിട്ട് ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൽ വരുന്ന ഒരു മേജർ ഇമ്പാക്റ്റ് തന്നെയാണ്. ഓക്കെ, ലാർജ് സ്കെയിൽ ബഡ്ജറ്റ് അലോക്കേഷൻ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ലീഡ്സ് ടു അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. സോ ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെറ്റർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനും ഡയറക്റ്റ്ലി റീസൺ ആവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വലിയൊരു ഫണ്ടിങ് പ്ലാൻ ചെയ്താൽ ഡെഫിനറ്റ്ലി ആ ഒരു ഫണ്ട് നമ്മൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ സിസ്റ്റം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഈ ഒരു ഏരിയയിലെല്ലാം നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ എൻഷുർ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു സാധാരണ കൃഷിക്കാരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ബേസിക് നീഡ്സ് ഓൺ ടൈം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ കൃഷി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനും നല്ലൊരു പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യാനും സാധിക്കും. സോ അതിൻ്റെ ഒരു റിസൾട്ടൻ്റായിട്ട് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് ദസ് അത്തരത്തിലുള്ള ഒരു ബേസിക് ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ സെക്ടറിലും വലിയൊരു ഡെവലപ്മെൻറ്റിന് കാരണമാകും. അത്തരത്തിൽ നമുക്ക് നല്ലൊരു എക്കോണമിക് ഗ്രോത്ത് എൻഷുർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ്, ഇറാഡിക്കേറ്റ്സ് പോവേർട്ടി ആൻഡ് എൻഹാൻസസ് പെർ ക്യാപിറ്റ ഇൻകം, ദർ ബൈ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. ഇത്തരത്തിലുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കും. അതായത് ജോലി സാധ്യതകൾ ഒരുപാട് കൂട്ടും. പലതരത്തിലുള്ള ചെറുതു മുതൽ വലിയ തരത്തിലുള്ള പല ബിസിനസ്സുകളും പ്രവർത്തികളും നമ്മുടെ ഏരിയയിൽ തന്നെ വരുന്നതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്ഷൻസ് കൂടും. ദെൻ പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്ന അത്തരത്തിലുള്ള സിറ്റുവേഷൻ വളരെയധികം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ദെൻ എൻഹാൻസ് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കുമുള്ള അവരുടെ ഇൻകം അത് കൂടാനുള്ള ഒരു സാഹചര്യം ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് വഴി ഉണ്ടാകും. മീൻസ് ഓവറോൾ ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് റിസൾട്ടൻ്റ് ആകും അല്ലെങ്കിൽ റിസൾട്ട് ഓവറോൾ കൺട്രിയുടെ ഒരു ഡെവലപ്മെൻറ്റ് തന്നെ ആകും എന്നാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. ദെൻ ദ ലാസ്റ്റ് സെക്ഷൻ, റോൾ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. ഒരു സിവിൽ എഞ്ചിനീയർക്ക് നമ്മുടെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിലുള്ള റോൾ എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് ഫോർ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. ഇത് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ നമുക്ക് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ അഥവാ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷൻ അത് റൂറൽ ഏരിയയിലാണെങ്കിലും അർബൻ ഏരിയയിലാണെങ്കിലും നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ അവൈലബിലിറ്റി വേണം. സോ അത് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിലുള്ള വളരെ വലിയൊരു കാര്യം തന്നെയാണ് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ടൗൺ ആൻഡ് സിറ്റി പ്ലാനിങ്. ടൗൺ പ്ലാനിങ് അല്ലെങ്കിൽ സിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ ടൗൺ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എൻറ്റയർ സിസ്റ്റം, അവിടുത്തെ ബിൽഡിങ്സ്, അവിടുത്തെ റോഡ് സിസ്റ്റം, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ വരുന്ന സിഗ്നൽ സിസ്റ്റം,
ദെൻ വാട്ടർ സപ്ലൈ സിസ്റ്റം, നമ്മുടെ ഫയർ ഹൈഡ്രൻറ്റിൻ്റെ പൊസിഷനിങ്, അത്തരത്തിൽ ഒരു സിറ്റിയെ സംബന്ധിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഒരു വെൽ പ്ലാൻഡ് സിറ്റി അല്ലെങ്കിൽ ടൗൺ ആണെങ്കിൽ നമുക്കവിടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സെയിം ടൈം ഒരു അൺപ്രോപ്പർ അല്ലെങ്കിൽ ഇംപ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത ഒരു സിറ്റി ആണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഡിഫിക്കൽട്ടീസും ഉണ്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മളിപ്പോൾ നമ്മുടെ ഒരു നാട്ടിലൊരു വലിയൊരു ടൗൺ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ സമയത്തും അവിടെ വളരെ വലിയ ട്രാഫിക് ബ്ലോക്ക് അല്ലെങ്കിൽ എപ്പോഴും കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഫുട്പാത്ത് ഇല്ല അല്ലെങ്കിൽ ഫുട്പാത്തിൽ ഫുള്ള് പലതരത്തിലുള്ള വേസ്റ്റ് വാട്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അത്തരത്തിൽ വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള തരത്തിലുള്ളൊരു ടൗൺ നമുക്ക് അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ ഉണ്ടെങ്കിൽ നമുക്കതെന്ന് മനസ്സിലാക്കാം അതെന്താ ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് അല്ലെങ്കിൽ ടൗൺ ആണെന്നുള്ളത്. ഓക്കെ, പക്ഷേ അതിന് പകരം നമുക്കൊരു പ്രോപ്പർ വെൽ പ്ലാൻഡ് ലേ ഔട്ടിലൂടെയാണ് ഈ കാര്യങ്ങളുടെ എല്ലാം അപ്ഡേഷൻസ് ഡെവലപ്മെൻറ്റ് നടന്നിട്ടുള്ളതെങ്കിൽ അവിടെ ഒരു വലിയ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ എപ്പോഴും നമുക്ക് നോർമൽ ട്രാഫിക് എൻഷുർ ചെയ്ത് പെഡസ്ട്രിയലിനും വെഹിക്കിളർ ട്രാഫിക്കിനും എല്ലാം ഒരുപോലെ വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊരു പ്ലാൻ നമുക്കവിടെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ചാനൽസ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡിസൈനിങ് രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് പല പബ്ലിക് ഏരിയയിലും ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡംപ് ചെയ്യുന്നതെല്ലാം ഒഴിവാക്കി പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എൻഷുർ ചെയ്യാം. സോ അത്തരത്തിൽ സിറ്റിയെ നമുക്ക് വളരെ നീറ്റായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ അതാണ് ടൗൺ ആൻഡ് സിറ്റി പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോപ്പർ പ്ലാനിങ് അല്ലെങ്കിൽ പ്രോപ്പർ അലൈൻമെൻറ്റ് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിൽ ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ നല്ല രീതിയിൽ ആ ഒരു ടൗണിൻ്റെ ക്വാളിറ്റി നമുക്ക് പുറത്ത് കാണിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പുറത്ത് കാണും. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, റെയിൽവേ, പോർട്സ്, ഹാർബേഴ്സ് ആൻഡ് എയർപോർട്ട്സ്. ട്രാഫിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും റോഡ്, റെയിൽവേ, പോർട്ട്, ഹാർബർ, എയർപോർട്ട്സ് ഇവയുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൽ സിവിൽ എഞ്ചിനീയേഴ്സിനുള്ള വളരെ വലിയ റോളാണ്. നമ്മുടെ ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മുടെ നാടും മറ്റ് ഡിഫറൻറ്റ് സ്ഥലങ്ങളും ഡിഫറൻറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ, അത് ബിസിനസ് പരമാകാം, അല്ലാത്തതാവാം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾക്കും ഈ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ മീഡിയയിലൂടെയാണ് നടക്കുന്നത്. സോ അത്തരത്തിൽ നമ്മുടെ ഒരു എക്കോണമിക് ഡെവലപ്മെൻറ്റ്, കൺട്രിയുടെ ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റിന് ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മീഡിയ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പാത്തുകൾ വളരെയധികം ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള ഏരിയ കൺസേൺ ആണ്. സോ അവയുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതും ഈ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൽ വരുന്ന വളരെ വലിയൊരു സെഷൻ തന്നെയാണ്. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം ഫോർ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ് ആൻഡ് ഫ്ലഡ് കൺട്രോൾ. ഡാം കൺസ്ട്രക്ഷൻ നമ്മുടെ ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിൻ്റെ പ്രോപ്പർ ആൻഡ് ഓൺ ടൈം കറക്റ്റ് യൂസേജ് എൻഷുർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡാം കൺസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ ഫ്ലഡ് കൺട്രോൾ, ഒരു ഫ്ലഡ് വരുമ്പോൾ അതിനെങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം, ലൈവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡാമേജ് ഇല്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്കൊരു ഫ്ലഡിനെ മീറ്റ് ചെയ്യാൻ സാധിക്കും, അതിനു വേണ്ടിയിട്ടുള്ള ബേസിക് ഐഡിയാസ് എന്തൊക്കെയാണ്. ഡാമിൻ്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ഡാമിലേക്കാണ് വെള്ളം വരുന്നത്, അവിടെ നിന്നാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഡാം തുറന്നു വിടും എന്നൊക്കെ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഫ്ലഡിൻ്റെ സമയത്ത്. സോ അത്തരത്തിലൊരു വെള്ളത്തിൻ്റെ സ്റ്റോറേജ്, വലിയൊരു മഴ പെയ്താലും അല്ലെങ്കിൽ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായാലും വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന് വേണ്ട പ്രോപ്പർ ഡാം മെയിൻ്റനൻസ് ഇതെല്ലാം എൻഷുർ ചെയ്യുക എന്ന് പറയുന്നതും ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൽ വരുന്ന വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ തന്നെയാണ്. ദെൻ പ്രൊവൈഡിങ് സേഫ് ഡൊമസ്റ്റിക് അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ. ഡൊമസ്റ്റിക് ആയിട്ടും അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുമുള്ള വാട്ടർ സപ്ലൈ, സേഫ് ആയിട്ടുള്ള ഒരു വാട്ടർ സപ്ലൈ എൻഷുർ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം നമ്മൾ പല ഏരിയാസിലും പല ആളുകൾക്കും സ്വന്തമായിട്ട് വീട്ടിലൊരു കിണറൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ആ ഒരു പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അത്തരം സാഹചര്യത്തിൽ അവർക്ക് അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടുള്ള വെള്ളം പ്രോപ്പർ ടൈമിൽ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. സോ അത് നല്ല രീതിയിൽ ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് പൊട്ടബിൾ വാട്ടർ, അതായത് കുടിക്കാൻ പറ്റുന്ന ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ എൻഷുർ ചെയ്യുന്ന വെള്ളം കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ കൺസിഡറേഷൻ, കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന വെള്ളം ഇതുപോലെ തന്നെ അതിൻ്റെ സമയത്ത് റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ടിൽ എത്തിക്കുക. ഇൻഡസ്ട്രിയൽ ഏരിയാസിലും ആ ഇൻഡസ്ട്രിയുടെ പ്രോഗ്രസ്സിങ് വർക്കിനും അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ ഡ്രിങ്കിങ് പേർപ്പസിനുള്ള വെള്ളം എല്ലാം ഓൺ ടൈം ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക എന്ന് പറയുന്നതും വളരെ വലിയൊരു
ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൽ റിലേറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രൊവൈഡിങ് സെക്യൂർ ആൻഡ് സയൻറ്റിഫിക് വേസ്റ്റ് ഡിസ്പോസൽ. വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഒരു സേഫ് ആൻഡ് സെക്യൂർ സയൻറ്റിഫിക് മെത്തേഡ്സിലുള്ള സെക്യൂർ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ മെഷേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് വളരെ കെയർലെസ്സായി നമ്മുടെ മുറ്റത്തേക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഏരിയയിലേക്കോ ലാൻഡ് ഏരിയയിലേക്കോ നമ്മൾ ഡിസ്പോസ് ചെയ്യും. അതിൽ പ്ലാസ്റ്റിക് ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള വേസ്റ്റ് ഉണ്ടായിരിക്കും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാത്ത വേസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. സോ ആ ഒരു ട്രെൻഡ് നമ്മുടെ വീട്ടിലും പരിസരത്തും ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് തന്നെയാണ് നമ്മൾ വീടിന് പുറത്തൊരു പബ്ലിക് ഏരിയയിൽ പോയാലും ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്താൽ നമ്മളൊരു ട്രാവലിങ്ങിലാണെങ്കിൽ നമ്മളതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക്, വാട്ടെവർ ഇറ്റ് ഈസ്, അത് നമ്മൾ നേരെ റോഡിലേക്ക് ഡിസ്പോസ് ചെയ്യും. അത് റോഡിൽ നിന്നും റോഡിൻ്റെ സൈഡിലേക്ക് കാറ്റിനൊക്കെ പുറത്തേക്ക് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്തിട്ട് മേ ബി നമ്മുടെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലോ വേസ്റ്റ് പോകുന്ന ചാനൽസിലോ അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ നമ്മുടെ ആൾ ടുഗദർ വേസ്റ്റ് നമ്മുടെ എൻവിറോൺമെൻറ്റിൽ എല്ലായിടത്തും എന്താ പറയുക വളരെ സ്പ്രെഡായിട്ട് വളരെയധികം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആൻഡ് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് മാറും. സോ അത്തരത്തിൽ വേസ്റ്റ് ഡിസ്പോസൽ ഒരു റെഗുലർ സെക്യൂർഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള മാനേഴ്സിൽ സയൻറ്റിഫിക് രീതിയിൽ ചെയ്യുക എന്നുള്ളതും ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. സോ അതിന് ഡെഫിനറ്റ്ലി സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ സർവീസ് വളരെ വലുതാണ്. ദെൻ മോണിറ്ററിങ് ലാൻഡ്, വാട്ടർ ആൻഡ് എയർ പൊല്യൂഷൻ ആൻഡ് ടേക്ക് മെഷേഴ്സ് ടു കൺട്രോൾ ദം. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പൊല്യൂഷൻസ് ഉണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാം സ്കൂൾ ലെവലിൽ പഠിച്ചതാണ്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, അത്തരത്തിലുള്ളത്. സോ അത്തരത്തിലുള്ള ഓരോ പൊല്യൂഷൻസിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റേതായ കാരണങ്ങളുണ്ട് പല പൊല്യൂഷൻസും സംഭവിക്കാനുള്ള. സോ അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി മോണിറ്റർ ചെയ്ത് അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ആക്റ്റീവായി നടക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്ന് പറയുന്നതും ഇത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു സെഷൻ തന്നെയാണ്. സോ അതും സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ മെയിൻ്റനൻസ് ഓഫ് ഫെസിലിറ്റീസ്. സോ ആസ് നമ്മൾ ആൾറെഡി പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഈ ഒരു സിവിൽ എഞ്ചിനീയേഴ്സിന് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അവയുടെയൊക്കെ മെയിൻ്റനൻസ് എന്ന് പറയുന്നതും ഒരു സിവിൽ എഞ്ചിനീയറുടെ വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് അവയ്ക്ക് കംപ്ലയിൻസ് ഒന്നും കാര്യങ്ങളില്ലാന്ന് എൻഷുർ ചെയ്യുക. ഇനി അഥവാ എന്തെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഒരു സിവിൽ എഞ്ചിനീയറുടെ വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ദെൻ റീബിൽഡിംഗ്, റീഹാബിലേഷൻ, റിട്രോഫിറ്റിംഗ് ആൻഡ് റിപ്പയർ. നമുക്ക് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന് വേണ്ടി വരുന്ന മെയിൻ്റനൻസ് പ്രോസസ്സുകൾ, അത്തരത്തിലുള്ള റീകൺസ്ട്രക്ഷൻ വർക്കുകൾ, റിപ്പയറിംഗ് വർക്ക്സ്, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിവിൽ എഞ്ചിനീയർക്ക് വരുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിലേക്കുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ കവർ ചെയ്യാനുള്ളത്. സോ നമ്മൾ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വളരെ ഷോർട്ടായിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചില കേസ് നമ്മൾ ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് ഇലാബറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള ഒരു പാരഗ്രാഫായിട്ടാണ് ഞാൻ അവിടെ കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളത്. സോ അത് കണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ആ ഓരോ സെഷനിലും ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്റർ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതാണ്. നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷനാണ്. റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലുള്ളവരുടെ റോള്, ബേസിക് ഹിസ്റ്ററി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ്, അതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സെഷനാണ്, പക്ഷേ എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്താണ്, അല്ലെങ്കിൽ റോൾ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്താണ്, അഥവാ ഹിസ്റ്ററി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്താണ് എന്നുള്ളതൊക്കെ. സോ ആ എല്ലാ സെഷൻസും നമ്മൾ വളരെ നല്ല രീതിയിൽ ഈ ഒരു ചാപ്റ്റർ 1 കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.